ഒരേ പ്രമേയം 3 പതിറ്റാണ്ടുകൾക്കിപ്പുറം വീണ്ടും അതേ ഭാവത്തിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ അതിൽ കലാപൂർണതയുണ്ടാവുക എന്ന് പറയുന്നത് സൃഷ്ടി വൈദഗ്ധ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവുകളിലൊന്നാണ്. വിഖ്യാത സംവിധായകനായ പ്രതിഭാസമ്പന്നനായ സംവിധായകനായ ശ്രീ ടി കെ രാജീവ് കുമാർ പി പത്മരാജന്റെ ഇപ്പോൾ വളരെ വിജയശ്രീലാളിതമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന രതിനിർവേദവും. രതിനിർവേദത്തിന്റെ കഥ കൗമാര മനസ്സുകളെ ഇളക്കിമറിച്ച ഒരു പ്രത്യേക പ്രമേയമാണ്. 16-17 വയസ്സുകളിൽ ഒരു ബാലനുണ്ടാകുന്ന പ്രത്യേകാവസ്ഥ, ഒരു കൗമാരക്കാരനുണ്ടാകുന്ന പ്രത്യേകാവസ്ഥ, തന്നെക്കാൾ പ്രായം കൂടിയ സ്ത്രീയുമായി പ്രത്യേക പ്രണയം ഉണ്ടാവുക എന്ന് പറയുമ്പോൾ ഏതു കാലത്തിലും ഏതു മനുഷ്യനിലും കൗതുകമുണർത്തുന്ന ഒന്നാണ്. അത്തരമൊരവസ്ഥയിലേക്ക് ഒരു കൗമാരക്കാരൻ ചെന്നെത്തുമ്പോൾ ആ മനസ്സിലേക്ക് ഈ പ്രായത്തിൽ ടി കെ രാജീവ് കുമാറിന് ഇറങ്ങിച്ചെല്ലണമെങ്കിൽ തീർച്ചയായിട്ടും കലാപൂർണതയുടെ മാത്രം സഹായം കൊണ്ടേ സഹായിക്കൂ. യുക്തി മാറി നിൽക്കുന്നു, അവിടെ ഭാവനയുടെ കലാസമ്പന്നതയുടെ മനസ്സ് ഇഴുകിയെത്തുന്നു. നമുക്ക് ഈ ചിത്രം വിജയശ്രീലാളിതമായി മുന്നോട്ട് പോകുമ്പോൾ ടി കെ രാജീവ് കുമാർ എന്ന സംവിധായകൻ നമ്മോടൊപ്പമുണ്ട്. അദ്ദേഹത്തോട് തന്നെ നേരിട്ട് ചോദിക്കാം. ഹൃദയം നിറഞ്ഞ സ്വാഗതം. പത്മരാജൻ കുറച്ചുകൂടെ വളഞ്ഞ വഴികളിലൂടെ സഞ്ചരിക്കുന്ന ഒരാളാണ് അല്ലേ? പല റേഞ്ചുണ്ട്. MTയുടേത് നമുക്കറിയാം. അങ്ങനെ ഒരു കഥയിലേക്ക് വന്നപ്പോൾ ആദ്യം വന്ന വെല്ലുവിളി എന്തായിരുന്നു? സുരേഷിന്റെ മനസ്സിലാണ് ശരിക്കും ഈ ആശയം ആദ്യം ഉണ്ടായിരുന്നത്. സുരേഷിനോട് ചോദിച്ചപ്പോൾ എൻ്റെ ആദ്യത്തെ മറുപടി അത് വേണോ എന്നുള്ളൊരു മറുപടി തന്നെയായിരുന്നു. കാര്യം ശ്രീ ഭരതനെ പോലൊരു സംവിധായകൻ പത്മരാജന്റെ തിരക്കഥ അവലംബിച്ച് ഏതാണ്ട് 78 എന്ന് പറയുമ്പോൾ എനിക്ക് ഏതാണ്ട് 17 വയസ്സ് പ്രായം ഉണ്ടാകുന്ന നിൽക്കുന്ന സമയം. അപ്പം ഈ സിനിമ അന്ന് കണ്ടിരുന്ന ഒരു ഓർമ്മ ഉണ്ടായിരുന്നു. പിന്നീടൊന്ന് രണ്ടാമതിങ്ങനെ സുരേഷ് ചോദിച്ചുകൊണ്ടൊന്നുകൂടെ കാണണമെന്ന് അപ്പോൾ തീരുമാനം എടുത്തിരുന്നില്ല. പക്ഷെ സുരേഷ് എന്തായാലും തീർച്ചയായിട്ടും ഇത് മുന്നോട്ട് പോകാനായിട്ടുള്ളൊരു തീരുമാനം എടുക്കുകയും അദ്ദേഹം ഇതിൻ്റെ റൈറ്റ്സ് വാങ്ങിച്ചു കഴിഞ്ഞിട്ട് ഇതിൻ്റെ തിരക്കഥയുടെ ഒരു പൂർണ്ണ രൂപം എനിക്ക് കിട്ടി. അപ്പോൾ ആ തിരക്കഥ ഞാനിങ്ങനെ വളരെ ഭയത്തോടുകൂടി ഇങ്ങനെ മറിച്ച് നോക്കുമ്പോഴാണ് അതിനകത്തൊരു സാധ്യത തെളിഞ്ഞു വന്നത്. അതായത് പപ്പേട്ടൻ്റെ ഒറിജിനൽ സ്ക്രിപ്റ്റിൻ്റെ ജോഗ്രഫി വരെ വ്യത്യാസമാണ്. 2 ഈ പറയുന്ന തരത്തിലുള്ള ഈ ഒരു ബാലനും പ്രായം ചെന്ന ഒരു സ്ത്രീയുമായിട്ടുള്ള ഒരു ബന്ധത്തിന് അതിന് എന്തായാലും ഏത് സമയത്താണെങ്കിലും അതിനൊരു എവർഗ്രീൻ സ്വഭാവം ഉണ്ട്. അപ്പം കാലം അതിനൊരു പ്രശ്നമല്ല എന്ന് ഈ സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ എനിക്ക് തോന്നിയിരുന്നു. 2 അത്തരത്തിലൊരു റിലേഷൻഷിപ്പിന് കൂടുതൽ ചില ഒറിജിനൽ രചനാപരത്തിൽ ഭരതേട്ടൻ മറ്റൊരു തരത്തിലാണ് ആ സിനിമയെ സമീപിച്ചിരിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ സ്ക്രിപ്റ്റ് വെച്ചുകൊണ്ട് വേറെ ഒരു തരത്തിൽ ഇതിനെ ഒരു സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നി. എന്ന് പറയുമ്പോൾ ഭരതൻ പത്മരാജൻ ചെയ്ത സിനിമയുമായി ഒരിക്കലും കോമ്പീറ്റ് ചെയ്യുക, മത്സരിക്കുക എന്നുള്ള ഉദ്ദേശം എനിക്കില്ല. കാര്യം അവർ മാസ്റ്റർ ഫിലിം മേക്കേഴ്സാണ്. പക്ഷെ എനിക്ക് ജീവിതത്തിൽ കിട്ടിയ ഒരു അവസരം എന്നുള്ള നിലയ്ക്ക്, അതായത് പത്മരാജന്റെ തിരക്കഥയെ അവലംബിച്ചുകൊണ്ട് സിനിമ ചെയ്യുക എന്നുള്ള ഒരു മാനസികാവസ്ഥയിലാണ് ഞാൻ ഇതിനെ അപ്രോച്ച് ചെയ്തത്. തീർച്ചയായിട്ടും അങ്ങനെയാണല്ലോ. അങ്ങനെയാണ്. അപ്പം ഞാൻ ഭരതേട്ടൻ ചെയ്ത സിനിമ മനസ്സിൽ നിന്ന് മാറ്റിവെക്കുകയും പത്മരാജൻ സാറിൻ്റെ ഈ സ്ക്രിപ്റ്റ് ഒരു ഡയറക്ടർ എന്ന നിലയ്ക്ക് എനിക്ക് കിട്ടിയപ്പോൾ ഞാനതിന് ഒരു തരത്തിൽ പറഞ്ഞു നോക്കാം എന്നുള്ള വളരെ വേഗമായിട്ടുള്ള ഒരു മനസ്സിലൂടെ കടന്നുപോയ ഒരു ചെറിയ ആലോചനയാണ് ഞാൻ സുരേഷിൻ്റെ അടുത്ത് ഇത് ചെയ്യാം എന്ന് പറഞ്ഞത്. ശരിക്കും ആ ആലോചന എന്ന് പറയുന്നത് രതിച്ചേച്ചിയുടെ മനസ്സിലേക്ക് കൂടുതൽ ഇറങ്ങിച്ചെല്ലുന്നതിന് പകരം ആധുനിക ലോകത്തെ കൗമാരക്കാരുടെ മനസ്സിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ശ്രമിച്ചു എന്നുള്ളതല്ലേ? അങ്ങനെ തന്നെയാണ്. കാര്യം ഞാൻ അതുകൊണ്ടാണ് ഈ പയ്യൻ്റെ പ്രായം ഒരല്പം കൂടെ കൂട്ടിയത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു ഗുണം എന്ന് വെച്ചാൽ എനിക്ക് തോന്നിയത് അങ്ങനെ ഒരു പ്രായത്തിൽ നിൽക്കുന്ന ഇപ്പോഴത്തെ പപ്പുവിൻ്റെ പ്രായത്തിൽ നിൽക്കുന്ന ഒരു പയ്യൻ്റെ മനസ്സിലൂടെ ഒരു സ്നേഹം അല്ലെങ്കിൽ ഒരു അടുപ്പം, ഒരു സ്ത്രീയുടെ സാമീപ്യം അടുത്തറിയും തോറും അത് ഏതൊക്കെ തരത്തിൽ അവൻ്റെ മനസ്സ് സഞ്ചരിക്കും എന്നുള്ളതിന് കുറേ കൂടി ഒരു സാധ്യത ഉള്ളതായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം, നമ്മൾ ആദ്യത്തെ ഒരു ഓപ്പണിംഗ് സമയത്ത് ഈ പയ്യനും ഈ ചേച്ചിയും അല്ലെ മറ്റു കുട്ടികളുമായിട്ടുള്ള ഒരു ഇൻട്രാക്ഷൻ എന്ന് പറയുന്നതിനകത്ത് ഒരു കണിക പോലും ഇവൻ്റെ മനസ്സിൽ ഇത്തരത്തിലൊരു അംശങ്ങളില്ല ഇല്ല. അത് പിന്നെ ഞാൻ ഇതിനകത്ത് ആലോചിച്ചിരുന്നൊരു കാര്യം, ഇങ്ങനെ ഈ ആക്ച്വലി പപ്പേട്ടൻ എഴുതിയിരിക്കുന്ന ഒറിജിനൽ ലൊക്കേഷനിൽ നമ്മൾ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഓണാട്ടുകാരെയാണ് പുള്ളിയുടെ മനസ്സിലുണ്ടായിരുന്നെന്ന് സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ അറിയാം. പിന്നെ ഈ 78കളിലെ ഒരു ജീവിതം എന്ന് പറയുന്നത് എനിക്കും കുറച്ച് പരിചിതമായ സ്ഥലമാണത്, അമ്പലപ്പുഴയും ആ പ്രദേശങ്ങൾ. അപ്പം കായംകുളമൊക്കെ. അപ്പോൾ അവിടെയുള്ളൊരു അങ്ങനത്തെ ആ സമയത്തുള്ളൊരു ജീവിതത്തിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് എൻ്റെ ജോഗ്രഫി വളരെ ഇൻട്രസ്റ്റിംഗ്. അതായത് ഒരു വീടും അടുത്ത വീടും തമ്മിൽ പറമ്പുകളുടെ അകലമുണ്ട്. ശരി. അപ്പോൾ ആ പറമ്പിലൂടെ നടന്ന് ഇപ്പുറത്തെ വീട്ടിൽ വരിക. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഏതൊരു വീട്ടുകാർക്കും അടുക്കള വരെ കയറിപ്പോകാനുള്ള സ്വാതന്ത്ര്യം. പിന്നെ ഇത്തരം ഒരു ജീവിതത്തിൽ ഉള്ളൊരു ഗുണം എന്ന് വെച്ചാൽ ഈ
കല്യാണം കഴിക്കാത്തൊരു പ്രായമായിട്ടുള്ള പെൺകുട്ടി വീട്ടിലുണ്ടെങ്കിൽ രാവിലെ തൊട്ട് ഒരു ദിനചര്യയുണ്ട്. മുറ്റം തൂക്കുക, പശുവിനെ കറക്കുക, കുളിക്കുക, അമ്പലത്തിൽ പോവുക, അരി ആട്ടുക, ചമ്മന്തിക്ക് അരയ്ക്കുക, ദോശ ഉണ്ടാക്കുക, അവരൊരു റുട്ടീൻ ലൈഫും ഉണ്ടാവും. അപ്പം അത്തരത്തിലുള്ള അവരൊരു ജീവിത രീതിയും ഈ ജോഗ്രഫി ഇപ്പം ഇങ്ങനെ നമ്മൾ വിചാരിക്കുന്ന പോലെ ഈ വീടുകൾ തമ്മിൽ ഇങ്ങനെ ദൂരമുണ്ട്, പറമ്പുകളുണ്ടെന്നൊക്കെ പറയുമ്പോഴും സത്യത്തിൽ ആ സ്പേസിനൊരു ഭയങ്കര പ്രൈവസി ഉണ്ട്. അത് അനുഭവിച്ചിട്ടുള്ള ഒരുപക്ഷെ കാലം കൊടുത്തൊരു പ്രൈവസിയാണ്. ആ പ്രൈവസി എന്ന് പറയുന്നതിനകത്തുള്ള ഗുണം ഇപ്പം എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ അടുത്ത വീട്ടിലോട്ട് ചെന്നാൽ അവിടെ ഇങ്ങനെ ഒരു പ്രായം ചെന്ന ചേച്ചി ഉണ്ടെങ്കിൽ പോലും അവിടുത്തെ അമ്മയോ അമ്മാവന്മാരൊന്നും മറ്റൊരു കണ്ണിലൂടെ സംശയിക്കുന്ന ഒരു കാലഘട്ടം അല്ലല്ലോ. അപ്പൊ അത്തരത്തിലൊരു സ്പേസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു ഒന്ന്. എന്നിട്ട് ഈ പയ്യനിലൂടെ ഇത് കടന്നു പോവുക. അപ്പൊ ആ ഒരു ഭാവം കൊണ്ട് പഴയ കാലത്തിലേക്ക് തന്നെ പോകാനുള്ള കാരണം ഇന്ന് അങ്ങനെ അന്തരീക്ഷമില്ല. അതുകൊണ്ടാണ് അതുമല്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ചില്ല, എനിക്ക് പല ഘട്ടങ്ങളിൽ ഇത് ഒരു പ്രസന്റ് ഒരു കോണ്ടംപററി സിറ്റുവേഷനിലാക്കണമെന്ന് പലപ്പോഴും ആലോചിച്ചിരുന്നു. പക്ഷെ അപ്പം എനിക്ക് നേരത്തെ പറഞ്ഞ ഒരു കാര്യത്തിൽ ഉറച്ചു നിന്നത് ശ്രീ പത്മരാജന്റെ തിരക്കഥ അവലംബിച്ചുകൊണ്ട് ഞാൻ ഈ സിനിമ ചെയ്യുന്നു എന്നുള്ള ഒരു ഉറച്ച തീരുമാനമുണ്ടായിരുന്നു. അപ്പോൾ ആ തീരുമാനമാണ് സത്യത്തിൽ എനിക്ക് ഈ സിനിമ ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് തന്നിരുന്നത്. അപ്പോൾ ആ ഈ സ്ക്രിപ്റ്റിൻ്റെ ഒരു ബലം, പിന്നെ ആ സ്ക്രിപ്റ്റിനകത്തുള്ള ഈ റിലേഷൻഷിപ്പിൻ്റെ ഒരു സ്ട്രെങ്ത്. അപ്പോൾ ക്ലൈമാക്സ് ഞങ്ങൾ കുറച്ച് ഒന്ന് മാറ്റിയിരുന്നു. സെയിം ക്ലൈമാക്സ് ആണ്, പക്ഷേ വെരി എൻഡിൽ ആ ടെയിൽ എൻഡ് എന്ന് പറയുന്നതിനകത്ത് ആ ബസ് വരുന്നതും ആ പയ്യൻ്റെ ഒരു കുറച്ചുകൂടെ തീക്ഷ്ണമാക്കിയത്. കാര്യം അത്രമാത്രം തീക്ഷ്ണമാവാനുള്ള പ്രായം അവനുണ്ട്. അതാണ് രാജീവ്കുമാർ ഞാൻ ചോദിക്കുന്നത്. ഈ താങ്കളെടുത്തൊരു തീരുമാനം സത്യത്തിൽ സൂക്ഷ്മമാണ്, അതേസമയം വളരെ സാഹസികമാണ്. കാരണം പത്മരാജന്റെ കഥയെ അവലംബിക്കുന്നു എന്ന് പറഞ്ഞു. കാരണം പത്മരാജൻ തിരക്കഥ താങ്കൾക്ക് തന്നിരിക്കുന്നു. ആ ഒരർത്ഥത്തിൽ അങ്ങനെ അവലംബിക്കുമ്പോൾ വളരെ ചടുലമായി അതിലൂടെ തന്നെ സഞ്ചരിക്കണം. പക്ഷേ അതേസമയം അങ്ങനെ തന്നെ നിന്നുകൊണ്ട് ഈ പപ്പുവിനെ മാത്രം മാറ്റാൻ ശ്രമിച്ചു. അത് സത്യത്തിൽ സാഹസികമാണ്. അതെ, ഇപ്പോൾ ഞാൻ ഈ പടം റിലീസിൻ്റെ അന്നാണ് ശരിക്കും ഞാൻ എടുത്തതൊരു വലിയ റിസ്ക് ആണെന്ന് എനിക്കും സുരേഷിനും തോന്നിയത് സത്യത്തിൽ. പക്ഷേ എനിക്ക് അതിനകത്തൊരു ഒരു കാര്യം തോന്നിയിരുന്നത്, നമ്മുടെ ഈ ഷൂട്ടിങ്ങിന് ആ പർട്ടിക്കുലർ ലൊക്കേഷൻ ചെല്ലുമ്പോൾ തന്നെ നമുക്കൊരു വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു വൈബ്രേഷൻ ഉണ്ട്. അപ്പോൾ ഷൂട്ടിങ്ങിൻ്റെ സമയത്ത് സത്യത്തിൽ ഈ പപ്പേട്ടിൻ്റെ സ്ക്രിപ്റ്റിൻ്റെ ഒരു ബലം, അത് ഒരു ഡയറക്ടറെ സംബന്ധിച്ചൊരു സ്ക്രിപ്റ്റ് ഭയങ്കര ബലം തരികയാണെങ്കിൽ നാച്ചുറലി എന്നെ സംബന്ധിച്ച് പിന്നെ ആത്മവിശ്വാസം കൂടുകയും, പിന്നെ എന്നെ സംബന്ധിച്ച് ഇത് ഷോട്ടുകൾ ഡിവൈഡ് ചെയ്യുക, എവിടെ നന്നായി എടുക്കാം, ഏത് ലൈറ്റിംഗ് കണ്ടീഷൻ എടുക്കാം, ഏത് ലെൻസിങ് ആവാം. അപ്പോൾ എന്നെ സംബന്ധിച്ച് പൂർണ്ണമായും ഒരു ഡയറക്ടോറിയൽ എക്സിക്യൂഷൻ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താൽ മതിയായിരുന്നു. സ്ക്രിപ്റ്റിനെ പറ്റിയുള്ള വേവലാതികൾ എനിക്കുണ്ടായിരുന്നില്ല. പിന്നെ ഈ അല്ലറ ചില്ലറ ഇന്നത്തെ ഒരു ആൾക്കാർ കൂടെ ചില ലോജിക്കുകളും ചില ഒരു ഗ്രഡേഷൻ നമ്മൾ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു ഗ്രാഫുണ്ട്. അപ്പോൾ ഇത് ഒരു ഘട്ടത്തിൽ ഇങ്ങനൊരു സാഹചര്യത്തിൽ ഒരു പയ്യൻ പെട്ടുപോയാൽ, അല്ലെങ്കിൽ ഇങ്ങനൊരു സ്ത്രീ പെട്ടുപോയാൽ, ഒരു തരത്തിൽ ഇങ്ങനെ റിലേഷൻഷിപ്പ് നടക്കുന്നത് സ്വാഭാവികമല്ലേ എന്ന് തോന്നിപ്പിക്കുക മാത്രമായിരുന്നു ഇതിനകത്തൊരു ചലഞ്ചിങ് ആയിട്ടുണ്ടായിരുന്ന സംഗതി. അത് തന്നെയാണ് എൻ്റെ ഒറിജിനൽ സ്ക്രിപ്റ്റിൻ്റെ കോണ്ടെക്സ്റ്റ്. മറ്റ് ഒരു അവസ്ഥ നോക്കിയാൽ ഈ രതി എന്ന് പറയുന്ന ആ പെൺകുട്ടിയുടെ മനസ്സിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ അന്നത്തെ സാമൂഹികമായ കുറേ ആചാരങ്ങൾ കടന്നു വരുന്നുണ്ട്. ചൊവ്വാദോഷം, അങ്ങനെ പല ഗ്രാമങ്ങളിൽ നിൽക്കുന്ന പെൺകുട്ടികളുടെ മാനസികാവസ്ഥ, അവരിലേക്ക് പ്രായം കൊണ്ട് താണതാണെങ്കിലും ഒരു ഭാവം, സ്നേഹഭാവവും കാമവും കൂടെ കലർന്നു വരുമ്പോൾ അവരത് സ്വീകരിക്കുന്നു അറിയാതെ. ആ തലം ഇതിനകത്ത് എത്രത്തോളം? അതിനകത്ത് സിനിമയിൽ ഒരു വളരെ സൂക്ഷ്മമായിട്ട് ശ്രദ്ധിച്ചാൽ അറിയാവുന്ന ഒരു പർട്ടിക്കുലർ പോയിന്റ് തൊട്ടാണ് ഈ രതി അറിയാതെ, രതിയുടെ ഒരു പർട്ടിക്കുലർ ഒരു ആക്ഷനാണ് സത്യത്തിൽ ആ സിനിമയിൽ ഒരു ഘട്ടത്തിൽ നമ്മൾ ചെയ്തിരിക്കുന്നത്. ഈ കുട്ടിയെ, അപ്പോൾ അതിനു മുമ്പൊക്കെ ഈ പയ്യന് പല വാർണിങ്ങുകൾ കൊടുത്തിട്ടുണ്ടെങ്കിലും ഒരു പെണ്ണ് കാണൽ ചടങ്ങിന് ആൾക്കാർ വരുന്നു. അവിടെ ഈ പപ്പു വന്നിട്ടുള്ള പപ്പുവിൻ്റെ ഒരു മൊത്തമായിട്ടുള്ളൊരു പ്രയാസം പ്രകടമാക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ കാണാൻ വന്നവർ തിരിച്ചു പോയി കഴിഞ്ഞിട്ട് രതി പൂ മാത്രം തലേന്ന് അഴിച്ചിട്ട് ഈ പെണ്ണ് കാണാൻ പോകുന്ന അതേ സാരി ഉടുത്തുകൊണ്ട് മറ്റൊന്നും ആലോചിക്കാതെ ഈ പപ്പുവിന് മുമ്പിൽ വരുന്നുണ്ട്. അപ്പോൾ സത്യത്തിൽ അങ്ങനെ ഒരു ഹേസ്റ്റി ആയിട്ട് വളരെ തിരക്ക് പിടിച്ച് പപ്പുവിൻ്റെക്ക് എത്തണമെങ്കിൽ, ഒരു വേഷം പോലും മാറാതെ ഓടിയുടെ എത്തണമെങ്കിൽ സത്യത്തിൽ രതി അറിയാതെ അത് രതി പോലും അപ്പോൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നില്ല. അപ്പോൾ പപ്പുവിനെ സംബന്ധിച്ച് ആ കല്യാണത്തിന് എനിക്കിഷ്ടമായില്ല എന്ന് പറയുന്ന ഘട്ടത്തിൽ കൃത്യമായി ആ പപ്പുവിൻ്റെ മനസ്സിലേക്ക് ഉണ്ടാകേണ്ട വികാരം എന്തായിരിക്കും? നാച്ചുറലി എന്നോടൊരു അടുപ്പം ഉണ്ടെന്ന് തോന്നാം. അപ്പോൾ ഇത് അറിയാതെ സംഭവിച്ചു പോയ അവിടം തൊട്ടാണ് സത്യത്തിൽ സിനിമയിൽ രതിയുടെ മനസ്സിൻ്റെ പുറത്ത് പപ്പുവിനൊരു കമാൻഡ്, അതൊക്കെ ആധിപത്യം അതൊക്കെ ഉണ്ടായി വന്നത്. അപ്പോൾ അങ്ങനെ നമ്മുടെ മനസ്സിൽ ഷൂട്ട് ചെയ്യുമ്പോൾ അങ്ങനെ ഒരു ഡിസിഷൻ എടുത്തിട്ടുണ്ടായിരുന്നു.
അതെനിക്ക് തോന്നുന്നത് ശ്വേതയുടെ പെർഫോമൻസിനകത്ത് ഈ ലാസ്റ്റിൽ ഈ കാവിലേക്ക് വരണം എന്ന് പറയുന്ന ഘട്ടത്തിലേക്കുള്ള ആ കോൺഫ്ലിക്റ്റും കാവിലേക്ക് വരാനായിട്ടുള്ള ധൈര്യവും. അപ്പോൾ സത്യത്തിൽ ഈ രതിയുടെ ക്യാരക്ടറിൽ എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് ഒരു ധൈര്യമുള്ള സ്ത്രീയും കൂടെയായിരുന്നു. കാര്യം അല്ലെങ്കിൽ ആ രാത്രിയിൽ ഇറങ്ങി വരേണ്ട കാര്യമില്ല. ഒരു സെൽഫ് കോൺഫിഡൻസും ഒക്കെ ഉള്ളൊരു സ്ത്രീയായിട്ട് തന്നെയാണ് വന്നത്. പക്ഷെ ആ വരുന്ന സമയത്തുള്ള ആ ഉള്ളിൻ്റെ ഉള്ളിൽ രണ്ടുപേർക്കും പ്രത്യേകിച്ച് രതിക്ക് തിരിച്ചറിയാൻ പറ്റാതെ പോയതും ഒരു അടുപ്പം ഉണ്ടെന്നുള്ള അത് വേറൊരു വലിയ സത്യം കൊണ്ടുവരുന്നത് ജ്യോതിഷമാണെങ്കിൽ പോലും പറയുകയാണ് ഈ ചൊവ്വാദോഷം എന്ന് പറഞ്ഞാൽ ചൊവ്വയ്ക്ക് പ്രോമിനൻസ് കൂടുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ചില പ്രത്യേക ഭാവങ്ങൾ. അങ്ങനെയുള്ള സ്ത്രീക്ക് അസാമാന്യ ധൈര്യം എന്ന് പറയുന്നത്. അപ്പം സ്വാഭാവികമായിട്ട് ഇത് രണ്ടും കൂടെ ചേർന്നപ്പോൾ പിന്നെ അത് നാച്ചുറലായിട്ട് പിന്നെ സംഭവിക്കുന്ന ഒരു ഹ്യൂമൻ റിലേഷൻഷിപ്പിൽ ഒരു മാൻ വുമൺ റിലേഷൻഷിപ്പിൽ സംഭവിക്കാവുന്ന പോലെയാണ് സിനിമ. അപ്പം എനിക്ക് ഈ സിനിമ തിരക്കഥ വായിക്കുമ്പോൾ ഞാൻ കടന്നുപോയ ഒരു ട്രാക്ക്, ആ ട്രാക്കിൽ ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ് ഈ സിനിമ ഫോളോ ചെയ്തു. ജയഭാരതി എന്ന നടിയെ സംബന്ധിച്ചിടത്തോളം അന്നത്തെ കേരളീയ തനിമ പൂർണ്ണമായും ഉണ്ടായിരുന്നവരാണ് ജയഭാരതി, ഷീല, ശാരദ അവരൊക്കെ. ജയഭാരതിക്ക് ഒരു പ്രത്യേക ഇമേജും കൂടെ അന്നുണ്ടായിരുന്നു. പക്ഷേ ശ്വേതയുടെ ഒരു പശ്ചാത്തലം കേരളത്തിൽ ജനിച്ചുവെങ്കിലും അവർ പറയുന്ന ചോര കൊണ്ട് മാത്രമേ എനിക്ക് കേരളത്തോട് കൂറുള്ളൂ എന്ന് പറയുന്നത്, ബാക്കിയൊക്കെ പുറത്താണല്ലോ. അപ്പം ഒരു ഫാഷൻ ലേഡിയാണ് അവരെങ്ങനെ ഈ കഥാപാത്രത്തെ ഉൾക്കൊണ്ടു? അതിന് ഞാനൊരിക്കൽ ശ്വേതയെ തന്നെ ഇന്റർവ്യൂ ചെയ്തിരുന്നു. അപ്പം പറഞ്ഞിരുന്നു അതിന് പൂർണ്ണമായും ടി.കെ. രാജീവ്കുമാർ സാറിന്. എനിക്ക് തോന്നിയത് ഞങ്ങളിപ്പോൾ ശ്വേതയിലേക്ക് കാസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ അതിനകത്ത് എനിക്കോ സുരേഷ് കുമാറിനോ രണ്ടഭിപ്രായം ഉണ്ടായിരുന്നില്ല. കാര്യം ഇങ്ങനൊരു കഥാപാത്രം ചെയ്യണമെങ്കിൽ വളരെ പ്രൊഫഷണലി ഈ ഒരു ആക്ടിങ് കരിയറിനെ കാണുന്ന ഒരാൾക്കേ പറ്റുള്ളൂ. കാര്യം ഇത് എൻ്റെ റിയൽ ലൈഫിലെ ഇമേജിനെ ബാധിക്കുമോ, അങ്ങനെ ഒരു കോൺഫ്ലിക്റ്റ് ഉള്ളൊരു ആർട്ടിസ്റ്റിനെ വെച്ചിട്ട് നമുക്ക് ഒരിക്കലും പടം ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് ചോയ്സ് വേറെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ശ്വേതയുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യുന്നത്, ഒന്ന് ഈ പഴയ സിനിമ കാണാതിരിക്കുക, നെറ്റിൽ അവൈലബിൾ ആണ്, ഒരു ഞെക്കിയാൽ കാണാം. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് കാണരുതെന്ന് പറയാനുള്ള കാര്യം, ഒന്ന് ശ്വേത ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ടുള്ള സിനിമയുടെ മലയാള സിനിമയുടെ ഇൻവോൾവ്മെൻറ്റ് കൊണ്ട് ഒരു ആക്ട്രസ് എന്നുള്ളതിലേക്ക് ഭയങ്കരമായിട്ട് ഒരു ഗ്രോത്ത് ഉണ്ട്, പോസിറ്റീവായിട്ടൊരു ഗ്രോത്ത് ഉണ്ട്. പിന്നെ ഈ കഥ ഞാൻ പറയുമ്പോൾ പോലും എല്ലാ സീൻസും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഒരു നട്ട്ഷെൽ മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഓഫ് കോഴ്സ് പലരും പറഞ്ഞിട്ട് ശ്വേതയ്ക്ക് എൻ്റെ കഥ അറിയാമായിരുന്നിരിക്കാം. ഇവിടെ വന്നിട്ടും ഞാൻ സ്ക്രിപ്റ്റ് പൂർണ്ണമായി വായിച്ച് കേൾപ്പിച്ചിരുന്നില്ല. അപ്പം ഞാൻ ചെയ്തിരുന്നത് ശ്വേതയോട് പറഞ്ഞത് ആ നാട്ടിൽ ആ വീടും പരിസരമൊക്കെ ആയിട്ട് അങ്ങ് മറിച്ചാകുക, അവിടെ ഉള്ള ആൾക്കാരൊക്കെ ആയിട്ട് ഒബ്സർവ് ചെയ്യുക. അങ്ങനെ ഒരു പ്രത്യേക രീതിയിലുള്ളൊരു ആക്ടിങ് സ്റ്റൈലോ അങ്ങനെയൊന്നും ഇല്ലാതെ വെറുതെ ബിഹേവ് ചെയ്യാനാണ് ഞാൻ പറഞ്ഞിരുന്നത്. അപ്പോൾ അതിനകത്ത് ഈ ബോഡി ലാംഗ്വേജിൻ്റെ ചില കറക്ഷൻസ് പിന്നെ നമുക്ക് ആവശ്യമുണ്ടായിരുന്നു. ചില കാര്യങ്ങൾ നമ്മളൊന്ന് കെയർഫുൾ ആവാൻ പറയുമായിരുന്നു. പക്ഷെ ബേസിക്കലി ഈ ക്യാരക്ടറിനെ ഒരു സംശയമില്ലാതെ കൺസീവ് ചെയ്യാനായിട്ട് ശ്വേതയ്ക്ക് പറ്റി. അപ്പോൾ എനിക്ക് തോന്നുന്നത് അതുകൊണ്ടാണ് നാച്ചുറലായിട്ട് ഒരു ബോഡി ലാംഗ്വേജും ബിഹേവിയറും ഒക്കെ വളരെ ഈസി ആയിട്ട് ശ്വേത അങ്ങനെ ഒരു പ്രിപ്പറേഷൻ പോലും ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ പ്രിപ്പയർ ചെയ്യാതെ വന്നതിന്റെ ഗുണം ലൊക്കേഷൻ ഉണ്ടായിരുന്നു, മുൻവിധി ഇല്ലാതെയാണ് അത് ചെയ്യുക. അപ്പം പിന്നെ ഈ ശ്വേത ആയതുകൊണ്ടുണ്ടായിരുന്ന വേറൊരു വലിയ മെച്ചം, നമുക്ക് ഈ പപ്പുവിന്റെ ക്യാരക്ടർ അഭിനയിച്ച ശ്രീജിത്ത്, അദ്ദേഹത്തെ സംബന്ധിച്ച് രണ്ടാമത്തെ സിനിമയാണെങ്കിൽ പോലും വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള റോളാണ്. അപ്പം അങ്ങനത്തെ ഒരു വളരെ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള സീൻസും ഒക്കെ വരുന്ന സ്ഥലത്ത് ശ്വേതയുടെ ഒരു ആ ക്യാരക്ടർ ആകുന്നതിൻ്റെ ഒരു കഴിവുകൊണ്ട് തന്നെ ഈ പപ്പുവിന്റെ പെർഫോമൻസിന് ശ്രീജിത്തിന് വളരെ പരസ്പര പൂരകമായി, കോംപ്ലിമെന്ററി ആയി കാണും. അപ്പോൾ ശ്വേത എനിക്ക് തോന്നുന്നത് ഇപ്പം ജന്മം കൊണ്ട് ഇവിടെയാണ്, വളർന്നത് ബോംബെയാണെന്ന് പറഞ്ഞാൽ പോലും ഈ കൃത്യമായി കഥാപാത്രത്തിനെ മനസ്സിലാക്കാൻ സാധിച്ചു എന്നുള്ളതാണ് എനിക്ക് ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ തീർച്ചയായിട്ടും അത് ആവശ്യമാണ്. അതുപോലെ ഭരതൻ ഈ ചിത്രം ഷൂട്ട് ചെയ്തത് നെല്ലിയാമ്പതി. ഓണാട്ടുകരയാണ് പത്മരാജന്റെ മനസ്സിലുണ്ടായിരുന്നതെങ്കിലും നെല്ലിയാമ്പതിയിലെ വനനിബിഡമായ ഒരു അന്തരീക്ഷവും ഒക്കെ ഇതിന് പക്ഷേ അന്ന് സിനിമ കണ്ടപ്പോൾ ഒന്നും തോന്നിയില്ല. ഇത് ഹരിപ്പാടോ ഓണാട്ടുകരയോ അല്ലെങ്കിൽ കായംകുളത്തോ ചെയ്തതെന്നേ തോന്നിയുള്ളൂ. ഇല്ല, അന്ന് എനിക്ക് തോന്നിയില്ല. പക്ഷേ ഇപ്പോൾ ഈ മാറ്റം കൂടുതലായിട്ട് എന്ത് ഗുണമാണ് ചെയ്തത്? അതേ ഞാൻ പറഞ്ഞു, ജോഗ്രഫി ഭയങ്കരമായിട്ട് കഥയെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നെല്ലിയാമ്പതിയിലേക്ക് ഭരതേട്ടൻ പോയതിന്റെ കാര്യം ഞാനിങ്ങനെ ലളിത ചേച്ചിയായിട്ട് ചോദിച്ചിരുന്നു. കാര്യം എന്തിനാണ് ഇത് നെല്ലിയാമ്പതിക്ക് പോകുന്നത്? കളർ ഫോട്ടോഗ്രാഫി വന്ന ഒരു സമയമായിരുന്നല്ലോ. ആ സമയത്ത് ഒരുപക്ഷെ പ്രകൃതിയുടെ ഒരു പ്രത്യേകിച്ചൊരു പെയിന്റർ എന്നുള്ള നിലയ്ക്ക് അപ്പോൾ അതിൻ്റെ എക്സോട്ടിക് ആയിട്ട് ഷൂട്ട് ചെയ്യാനായിട്ടുള്ള ഒരു ഇതായിരിക്കണം എന്നാണ് എനിക്ക് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. അപ്പം ലളിത ചേച്ചിയായിട്ട് സംസാരിക്കുമ്പോൾ ലളിത ചേച്ചി പറയായിരുന്നു, ഭരതേട്ടന് ഒരിക്കലും കായംകുളോ ഹരിപ്പാടോ പോലെ സ്ഥലം ഇഷ്ടമല്ലായിരുന്നു. അത് പുള്ളി പറഞ്ഞത് ഒരു കലാകാരൻ എന്നുള്ള ഒരു പെയിന്റർ എന്നുള്ള പുള്ളി പറഞ്ഞാൽ പരന്ന ഭൂമിയാണ്, അപ്പോൾ ക്യാമറ വെച്ചാൽ എല്ലാം ഒരുമിച്ച് കാണും. അതുകൊണ്ട് അപ്പ് ആൻഡ് ഡൗൺസ് ഇല്ലാത്തതുകൊണ്ട് പുള്ളിക്ക് ഈ സ്ഥലം ഇഷ്ടമല്ലായിരുന്നു. അത് ലളിത ചേച്ചി പറഞ്ഞ വീട്ടിൽ വന്നാൽ പോലും നിൽക്കുന്നില്ല, പുള്ളിക്ക് ഇങ്ങനെ തുറന്നു കിടക്കുന്ന പ്രദേശം എന്നുള്ളൊരു ഒരു പ്രതീതി, ഫ്ലാറ്റ് ലാൻഡ് എന്നുള്ളതുകൊണ്ട്
അപ്പോൾ ഭരതേട്ടനെ അത് സ്വാധീനിച്ചിട്ടുണ്ടെന്നാണ്. ഇതൊരിക്കലും ഭരതേട്ടൻ മനസ്സുകൊണ്ട് ഇങ്ങനെ ഒരു ലാൻഡ്സ്കേപ്പ് ഇഷ്ടമല്ലായിരുന്നു എന്ന് പറഞ്ഞു. അപ്പം ഞാൻ തിരിച്ച് ലാൻഡ്സ്കേപ്പിലേക്ക് വരാനുള്ള കാര്യം, ഒന്ന് എനിക്ക് വളരെ പരിചിതമായിട്ടുള്ള ഒരു ലാൻഡ്സ്കേപ്പ്, പിന്നെ ഈ ആ 70കളിലെ ഒരു ജീവിതം എന്ന് പറയുന്നത് ഇന്നത്തെ കുട്ടികൾക്കൊരു കൗതുകമായിരിക്കും. ഇപ്പോൾ ഞാൻ പല കുട്ടികളും എൻ്റെ അടുത്ത് ഈ അരിയാട്ടുന്നതും ഇതൊക്കെ ഇങ്ങനെ ആയിരുന്നു പോലും അറിയാത്ത കുട്ടികളാണ് ഇപ്പോൾ. തീർച്ചയായിട്ടും. അപ്പോൾ അത്തരത്തിലൊരു ലൈഫ് പണ്ട് നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്നു, ഇങ്ങനെ ആയിരുന്നു ലൈഫ് എന്ന് പറയുന്നതായിരുന്നു ഇതിനെ പുതിയൊരു തലമുറയ്ക്ക് പുതിയതായിട്ട് എന്ത് കൊടുക്കാനുണ്ടെന്ന് ചോദിച്ചാൽ ഇതായിരുന്നു പഴയ ജീവിത രീതി എന്ന് പറയുന്നതിൻ്റെ അതിൻ്റെ ഒരു എക്സോട്ടിക് ആയിട്ടുള്ളൊരു ഫ്ലേവർ. അപ്പോൾ അതിൻ്റെ ഒരു കൗതുകമുണ്ടല്ലോ, ഇങ്ങനെ നമ്മുടെ തറവാട് ഇങ്ങനെയാണ്, പക്ഷെ അവിടെ ഇപ്പോൾ ആരുമില്ലല്ലോ, ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ലൈഫ്, ഇങ്ങനെ ആയിരുന്നു എന്ന് പറയുന്ന. അപ്പോൾ എനിക്ക് തോന്നി അതിന് കുറേ കൂടെ മലയാളികൾ എന്നുള്ള നിലയ്ക്ക്, ഒരു മലയാളി പ്രേക്ഷകനെ സംബന്ധിച്ച് ഒരു ഫാമിലി വന്നാൽ അവർക്ക് നൊസ്റ്റാൾജി ഉണ്ടാവും, ഒരു ചെറുപ്പക്കാരൻ വന്നാൽ ഇങ്ങനെയൊക്കെ ആയിരുന്നു പഴയ ജീവിതം എന്ന് തോന്നിക്കും. അപ്പോൾ ആ സംഗതി പപ്പേട്ടൻ കൺസീവിനകത്ത്, ഇപ്പോൾ ഈവൻ പപ്പേട്ടൻ്റെ സ്ക്രിപ്റ്റിനകത്ത് പോലും ഞങ്ങൾ ഈ സിനിമയിൽ അത് സറ്റിലായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. അവിടുത്തെ പക്ഷികളും അതിൻ്റെ ശബ്ദം, ഓരോ കഥാപാത്രങ്ങളുടെ ഓരോ രംഗങ്ങളനുസരിച്ച് പക്ഷികളുടെ കാര്യം പോലും പുള്ളി സ്ക്രിപ്റ്റിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും. അപ്പോൾ അത്തരത്തിൽ ഓണാട്ടുങ്കരയാണ് അദ്ദേഹത്തെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ടെന്നുള്ള ഉറപ്പ്. അപ്പം ആ ഇൻസ്പിറേഷൻ ഞാൻ ലൊക്കേഷൻ കാണാനായിട്ട് പോയി. എൻ്റെ അടുത്ത സുഹൃത്തോടെ മധുശങ്കരമലുണ്ട്. ഞങ്ങളിങ്ങനെ അവിടെ മുഴുവൻ ഇങ്ങനെ അരിപ്പാടും കായംകുളം മാലിക്കൽ നടന്ന് കാണുമ്പോഴാണ് നമ്മൾ ഈ ഹൈവേ വഴി പോയി കാണാത്തൊരു, ആ റോഡുകളുടെ തൊട്ടിപ്പുറത്ത് ഭയങ്കരമായ സ്ഥലമാണ്. ഞാൻ ഇപ്പം നമ്മൾ തന്നെ എനിക്ക് തോന്നുന്നൊരു 20% പോലും എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ടില്ല. ഇനിയും ഒരു എത്രയോ സിനിമകൾ ഷൂട്ട് ചെയ്യാൻ പറ്റിയ ലൊക്കേഷൻ ഉണ്ട് അവിടെ. അപ്പം എനിക്ക് തോന്നുന്നു എനിക്കിത് എസ്പെഷ്യലി എനിക്കിതായിരുന്നു ആ സ്പേസ്, ഈ ഓപ്പൺ സ്പേസ് എന്ന് തോന്നുന്നിടത്ത് കിട്ടുന്ന ഒരു പ്രൈവസി, അതൊരു ഭയങ്കര. അല്ല, മാത്രമല്ല അവിടുത്തെ മണ്ണിന്റെ നിറം ഈ ഏകദേശം വെളുപ്പ് കലർന്ന ഒരു തരം മണ്ണാണ്. ഈ ആലപ്പുഴയുടെ മണ്ണിന്റെ ഒരു സ്വാധീനം അവിടെ ഉണ്ട്. പിന്നെ കുളങ്ങൾ, ഒരുപാട് കുളങ്ങളും കാവുകളും ഉണ്ട്. പിന്നെ ഒരു അപ്പർ കുട്ടനാടെന്നാണ് ഇതിനെ അറിയപ്പെടുകയും. അപ്പോൾ ഒരു കുട്ടനാടിന് ചെറിയ ഛായ, ചില ബാക്ക് വാട്ടർ ഏരിയ ഉണ്ട്, അത് നമ്മൾ ഈ പടത്തിൽ ആ ഏരിയസ് നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാണ് എനിക്ക് തോന്നിയത്. പിന്നെ എനിക്കതിനകത്ത് ഒരു കാര്യം കൂടെ നമ്മൾ മനസ്സിലേക്ക് വന്നിരുന്നു, ഇത് വായിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഈ ബഹദൂർക്കയുടെ ക്യാരക്ടറിന് എന്തെങ്കിലും കൂടെ ഒരു ആഡ് ഓൺ ചെയ്യണം എന്ന് തോന്നിയിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഈ ഓച്ചിറക്കാള എന്നുള്ളൊരു കോൺസെപ്റ്റ് വന്നത്. അപ്പോൾ ഓച്ചിറക്കാള ശരിക്കും ഇതിനോട് കുറച്ചെങ്കിലും സാമീപ്യമുണ്ട്, വളരെ അടുത്താണ്. ഒന്ന്, രണ്ട്, അതിൻ്റെ ഒരു മിത്തും ഉണ്ട് താനും. ഇപ്പോൾ ഈ ഗർഭിണികളെല്ലാം സ്ത്രീകളുടെ വീട്ടിലേക്ക് ഓച്ചിറക്കാള വരിക എന്ന് പറഞ്ഞാൽ ഐശ്വര്യ എന്ന് പറയും. അപ്പം ആ ക്യാരക്ടറിന് ഉണ്ടപ്പക്രോ ചെയ്ത ആ ക്യാരക്ടറിനൊരു ചെറിയൊരു മിസ്റ്ററി എലമെന്റ് കൊടുക്കാം. അപ്പോൾ അതാണെങ്കിൽ ഒരു ലോക്കൽ, എല്ലാവർക്കും പരിചിതമായ, ആ കാലഘട്ടത്തിൽ പരിചിതമായ ഒരു സിമ്പിളായിരുന്നു ഈ ഓച്ചിറക്കാള. അപ്പം അത്തരത്തിൽ ആ കാലഘട്ടം, ആ ജോഗ്രഫി ഈ തിരക്കഥയെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യാൻ എനിക്ക് തോന്നിയിരുന്നു. അങ്ങനെയാണ് ഞാൻ ഇതിലേക്ക് വന്നത്. ഭരതേട്ടൻ ഒരു മാസ്റ്റർ ഫിലിം മേക്കർ ആയതുകൊണ്ട് അദ്ദേഹം ഒരു നെല്ലിയാമ്പലിലേക്ക് കൊണ്ടുപോയി അതിന് വേറൊരു മാജിക് ക്രിയേറ്റ് ചെയ്തു. അപ്പം ഞാൻ പക്ഷേ കുറേ കൂടെ ഇത് സ്ക്രിപ്റ്റുമായിട്ട് അങ്ങ് രണ്ട് തരത്തിൽ മുകളിൽ തന്നെ നിൽക്കുന്നു. ഈ പത്മരാജന്റെ ഫാമിലി, അതായത് പ്രത്യേകിച്ചും രാധാലക്ഷ്മി ചേച്ചി എന്താ പറഞ്ഞത്? ചേച്ചിയാണ് ആദ്യമായിട്ട് നമ്മൾ സിനിമ കാണിച്ചത്. ചേച്ചിയും 2 മക്കളും ഫാമിലിയായിട്ട് വന്നാണ് ഈ പടം ആദ്യം നമ്മൾ ഒരു പ്രിവ്യൂ പോലെ വെച്ചിരുന്നു. അവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ചേച്ചി കാണുക എന്നുള്ളതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ, എൻ്റെ സുരേഷിൻ്റെയും. ചേച്ചിക്ക് ഇറങ്ങിയോടെ ചേച്ചി പറഞ്ഞു വളരെ നന്നായിരിക്കുന്നു എന്ന് ഉള്ളൊരു കോംപ്ലിമെൻ്റാണ് എനിക്ക് തന്നതും. സുരേഷിനോടും വളരെ സന്തോഷമായിട്ട് പറയുമ്പോൾ ചേച്ചിയും പറഞ്ഞു വളരെ, ഞാനും എങ്ങനെയായിരുന്നു ഇത് വരിക എന്നുള്ള എനിക്കൊരു ഭയം കുറച്ചൊരു ആദ്യം ഉണ്ടായിരുന്നു. പക്ഷെ സിനിമ വളരെ ഭംഗിയായിരിക്കുന്നു, എനിക്ക് ആ തിരക്കഥ വായിച്ച പോലെ തന്നെ ഒരു ഫീലുണ്ട് എന്ന് പറഞ്ഞു. അപ്പം ഒരു ഡയറക്ടർ എന്നുള്ള നിലയ്ക്ക് എനിക്ക് ചെയ്യാൻ പറ്റുന്ന, എനിക്ക് പരിമിതികളുണ്ടല്ലോ. ഇപ്പോൾ ഭരതേട്ടനുമായിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഡയറക്ടറായിട്ടൊന്നും നമ്മൾ ഒരു തരത്തിലും കോമ്പീറ്റ് ചെയ്യാൻ പറ്റിയ ആളെങ്കിൽ പോയി എനിക്ക് എൻ്റേതായ ഒരു സമീപനം ചെയ്യാൻ പറ്റി എന്നുള്ളത് മാത്രമാണ് എനിക്ക് ഈ സിനിമയിൽ ചെയ്യാൻ പറ്റും. ഒരു സംവിധായകന് സ്വതന്ത്ര ചിന്താഗതി വരാൻ എന്തൊക്കെ സ്വീകരിക്കാം? എനിക്കൊന്ന്, ഒന്ന്, ഈ എൻ്റെയും സുരേഷിൻ്റെയും ഇൻറ്റൻഷൻ വളരെ ജെന്യുവനായിരുന്നു. അതായത് ഒരു കച്ചവടക്കണ്ണ് കണ്ടുകൊണ്ട് ഇത് നിർവ്വഹണം ചെയ്തേക്കാം എന്ന് അങ്ങനെയല്ല സുരേഷ് എന്നെ കണ്ടിരുന്നത്. സുരേഷ് ഇപ്പോൾ ഉള്ള നിർമ്മാതാക്കളിൽ നിന്നൊരു വ്യത്യസ്തമായ ഒരു നിർമ്മാതാവ്. ഒന്ന്, അദ്ദേഹം നല്ല വായനയുള്ള ഒരാളാണ്, നല്ല സിനിമകളെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്, പപ്പേട്ടനും ഭരതേട്ടനെയൊക്കെ സിനിമകൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പം അങ്ങനൊരു ഇത് വെച്ചിട്ട് അനന്തപത്മനാഭനുമായിട്ട് സുരേഷ് വളരെയധികം ചർച്ച ചെയ്തിരുന്നു, പപ്പേട്ടൻ്റെ ഏത് റീമേക്ക്. അപ്പം അനന്തപത്മനാഭൻ്റെ ഒരു സജഷനായിട്ടാണ് ഈ സിനിമയിലേക്ക് വരുന്നത്. അപ്പം ഞാൻ ഇതിനകത്ത് എടുത്തിരുന്ന ഒരു സ്റ്റാൻഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആസ് എ ഡയറക്ടർ എനിക്ക് ഒറ്റ ഇൻറ്റൻഷനേ ഉള്ളൂ, ഈ കഥ പോർട്രേ ചെയ്യുക. അതായത് ഇതിനകത്ത് അല്ലെങ്കിൽ വളരെ കുത്തി നിറച്ചുകൊണ്ട് അല്ലെങ്കിൽ വളരെ ഫോഴ്സ്ഫുള്ളായിട്ട് ഞാനിതിനെ
ഇതിൻ്റെ ഈ നായികയെ കൂടുതൽ എക്സ്പോസ് ചെയ്യുക, അല്ലെങ്കിൽ അതിൻ്റെ സാധ്യതകൾ എന്താണ്, അങ്ങനൊരു സംഗതി ഞാൻ എൻ്റെ മനസ്സിൽ വന്നിട്ടേ ഉണ്ടായിരുന്നില്ല. ഈ പയ്യൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ എങ്ങനെയാണോ രതിയെ കാണേണ്ടത് അത്തരത്തിൽ അകന്നു നിന്ന് ആണ് ഈ സിനിമയിൽ ഉടനീളം അവരുടെ ഒരു ശരീരഭംഗി ആണെങ്കിലും ഏതായാലും നമ്മൾ അകന്നു നിന്നേ കണ്ടിട്ടുള്ളൂ. അപ്പോൾ അതിൽ കൂടുതൽ ഇന്റൻഷൻ നമുക്കില്ലായിരുന്നു, കാര്യം കഥ അതാണ് ഡിമാൻഡ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ അതായിരുന്നു സത്യത്തിൽ എപ്പോ വേണോ ഈ അശ്ലീലം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് വഴുതി വീഴാവുന്ന തീമാണ്. അപ്പോൾ ആ തീമിന് എടുത്തൊരു സ്റ്റാൻഡ് എന്ന് വെച്ചാൽ ആ പയ്യന്റെ പോയിന്റ് ഓഫ് വ്യൂ ആകുമ്പോൾ അവൻ ഒരു ഡിസ്റ്റൻസിൽ നിന്ന് തന്നെയാണല്ലോ കാണുന്നത്. അപ്പോൾ ആ ഡിസ്റ്റൻസ് ടെക്നിക്കലി ഞാൻ അങ്ങനെ തന്നെ ഉപയോഗിച്ചു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു അല്പം വൾഗർ ആയി അല്ലെ വൾഗാരിറ്റിയിലേക്ക് കടന്നു എന്ന് തോന്നുന്ന അംശത്തിലേക്ക് ഞങ്ങൾ മനഃപൂർവ്വം വന്നില്ല, കാര്യം മനസ്സിനകത്ത് അത്തരത്തിലൊരു ഇന്റൻഷൻ ഉണ്ടായിരുന്നില്ല.